ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്നത്തെയും പോലെ തന്നെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. രണ്ട് കൈകളും ചേർത്ത് വെച്ച് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്കും നിങ്ങളുടെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആക്കുവാനും നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളും നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് റിമൂവ് ആയി പോകാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. വിശ്വസ്തയോട് കൂടിയിട്ട് റീഡിങ് കാണാൻ ശ്രമിക്കുക. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റീഡിങ് ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയിട്ട് വരും കേട്ടോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും എനർജിയാണ്. യൂണിവേഴ്സ് എന്താണ് നമുക്ക് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 5 ഓഫ് കപ്സ് കാർഡാണ്. 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ 5 ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത്. ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ, ഒത്തിരി വിഷമിച്ചിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി ആയിരുന്നു കുറച്ചു കാലമായിട്ട് നിങ്ങൾ. 4 കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും ആ ഒരു കാര്യത്തിനുള്ള സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അത് നിങ്ങളുടെ കയ്യിലും വെച്ചിരിക്കുന്നുണ്ട്. ഒരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലും വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ, കുറച്ച് കാലമായിട്ട് വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. ബാക്കിയുള്ള 3 കപ്സ് താഴെയുണ്ട്, സൈഡിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ആ സൊല്യൂഷൻ കണ്ടെത്താനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യൂവേഴ്സ് ആ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടാവാം. എന്തിനാണോ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് അതിനുള്ളൊരു മാർഗം യൂണിവേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ടാവാം. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ജഡ്ജ്മെൻറ്റ് കാർഡാണ്. ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ എനർജി പിന്നീട് സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്നു, സെൽഫ് റിയലൈസേഷൻ വരുന്നു. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല, നിങ്ങൾക്ക് എന്തൊക്കെയോ ഈ ലൈഫിൽ ചെയ്യാനുണ്ട്. ഈ ജീവിതം എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യൂണിവേഴ്സിലേക്ക് സറണ്ടർ ആകുന്നു, നമ്മളെ തന്നെ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുന്നു എന്നാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ് പറയുന്നത്. നമ്മുടെ സോളിനെ തന്നെ നമ്മൾ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? പുതിയ അറിവുകൾ ഉണ്ടാവും. നമ്മൾ യൂണിവേഴ്സിനോട് നമ്മുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യൂണിവേഴ്സ് എന്ത് തരും? നമുക്ക് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, നമ്മുടെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് ആ മനസ്സിനെ, ആ പെയിൻ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമെന്ന് അറിവ് നൽകുന്നു. അത് നിങ്ങൾക്ക് ഒരു പേഴ്സണിൽ നിന്നാവാം. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുമ്പോൾ യൂണിവേഴ്സ് തന്നെ നമുക്കുള്ള ഉത്തരവും തരുന്നു. അത് ഓരോ വ്യക്തികളിൽ നിന്നാവാം കേട്ടോ. നമ്മളെ തന്നെ യൂണിവേഴ്സിന് കൊടുക്കുകയാണ്. യൂണിവേഴ്സ് നേരിട്ട് വന്ന് പ്രവർത്തിക്കാനായിട്ട് ഓരോ വ്യക്തികളെ ഏൽപ്പിക്കും ചിലപ്പോൾ, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നും, എന്തോ എൻ്റെ കൂടെ ഒരു ശക്തി ഉണ്ടല്ലോ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ ഒരു ശക്തി ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. ഇനി നിന്റെ കയ്യിലാണ് യൂണിവേഴ്സ് എന്നെ തന്നെ തരുന്നത്, എൻ്റെ സോളിനെ തരുന്നത്. എന്താണ് എൻ്റെ ലൈഫ് പർപ്പസ്, അത് കണ്ടിട്ട് എന്നെ മുന്നോട്ട് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്, നിങ്ങളുടെ എനർജിയാണ്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 3 ഓഫ് വാൺസ് കാർഡാണ്. എന്താണ് 3 ഓഫ് വാൺസ് കാർഡ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈ യൂണിവേഴ്സിൽ ഇതെല്ലാം സമർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ്, എനിക്ക് ഒത്തിരി ഡ്രീംസ് ഉണ്ട്, ആ ഡ്രീംസിലേക്ക് ഞാൻ എങ്ങനെ എത്തണം? എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പാതി വഴിയിൽ നിൽക്കുകയാണ്, ലൈഫ് തുടങ്ങിയിട്ട് ഒരു പാതി വഴിയിൽ നിൽക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് പോകണം, മറുകരയിലേക്ക് പോകണം, എൻ്റെ ആഗ്രഹങ്ങളിലേക്ക് പോകണം, എൻ്റെ ഡ്രീംസിലേക്ക് പോകണം. അങ്ങനെ ആയിരുന്നു കുറച്ച് കാലമായിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിലാണോ വിഷമിച്ചിരിക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമമുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ ഇപ്പോൾ എഡ്യൂക്കേഷൻ പരമായിട്ട്, കരിയർ പരമായിട്ടൊക്കെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു എനർജി ആണെങ്കിൽ നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയാണ്, എനിക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് പാതി വഴിയിൽ നിൽക്കുകയാണ്, ആ ഡ്രീംസിലേക്ക് എനിക്ക് അടുക്കണം, അതിന് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് വേണം. അങ്ങനെ മറുകരയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഒത്തിരി പേര് അബ്രോഡൊക്കെ പഠിക്കാനോ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരുണ്ടാവാം. അത് നമുക്ക് തന്നെ ഒരു സെൽഫായിട്ട് നമുക്ക് തോന്നാം, നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങിയില്ലേ, അപ്പോഴാണ് നമ്മളെ ഡ്രീംസിലേക്ക് എത്താൻ ശ്രമിക്കുക, അല്ലേ? അപ്പോൾ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ പേജ് ഓഫ് സോർട്സ് കാർഡാണ്. എന്താണ്? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് അടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പുതുതായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ കരിയർ വൈസൊക്കെ
നോക്കുന്ന ഒരു എനർജി. നിങ്ങളായി ഇരിക്കുന്ന ഏത് മേഖലയാണെങ്കിലും അതിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ സ്ഥാനം ഉറപ്പിക്കാനായിട്ട് പോകുന്നൊരു എനർജി. ഓപ്പർച്യൂണിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ലൈഫിൽ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ഒരു 10 ഇരട്ടി യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നു എന്നാണ് കാണിക്കുന്നത്. ഈ 4 കാർഡ്സും നിങ്ങളുടെ എനർജിയാണ് കേട്ടോ. അടുത്ത കാർഡ് എന്ന് പറയുന്നത് ദ സൺ തന്നെയാണ്. ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ മുന്നിട്ടിറങ്ങുന്നത് ആ കാര്യത്തിൽ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. ജോയ് ആണ് കാണിക്കുന്നത്, സക്സസ് ആണ് കാണിക്കുന്നത്, ഹാപ്പിനെസ് ആണ് കാണിക്കുന്നത്. ഈ 4 കാർഡും ഈ 5ാമത്തെ കാർഡും നിങ്ങളുടെ എനർജിയാണ്. അടുത്തതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവർ നിങ്ങളിങ്ങനെ ഓരോ ലെവലായിട്ട് പുരോഗതി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതെല്ലാം അറിയുന്നുണ്ട്. അവർ ഒരു ഫ്രണ്ട്സ് മുഖേനയോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങൾ അവരറിയുന്നതായിട്ടുള്ള ആളുകൾ മുഖേനയോ നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. അപ്പോൾ അവർ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. പാസ്റ്റിൽ നിങ്ങളും അവരുമായിട്ട് ഒത്തിരി സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. പെട്ടെന്നാണ് അവരും നിങ്ങളും തമ്മിൽ ഇന്ന് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായത്. സഡൻ ആയിട്ട്. ചിലവർക്ക് റീസണേ അറിയില്ല, ചിലവർക്കറിയാം നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അങ്ങനെ ആയിരിക്കാം. അത് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിൽ എന്താണ് ഉണ്ടായെന്ന്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. അവരൊത്തിരി വിഷമിക്കുന്നു. അവർക്ക് അവരുടെ കാര്യങ്ങൾ നിങ്ങളോടായിരുന്നു ഓപ്പണായിട്ട് പറയാൻ പറ്റിയ ഒരാൾ. അവരുടെ എല്ലാ സങ്കടങ്ങളും അവരുടേതായ എല്ലാ കാര്യങ്ങളും അവരായിരിക്കുന്നത് നിങ്ങളൊപ്പമുള്ളപ്പോഴായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് ഒത്തിരി വിഷമിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. അവർ കുഞ്ഞിലെ തന്നെ അവർക്ക് ഫാമിലിയിൽ ചിലപ്പോൾ എല്ലാം ഓപ്പണായിട്ട് പറയാൻ പറ്റില്ലായിരിക്കും. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സ്നേഹബന്ധത്തിലായിരിക്കുന്ന ആ സമയത്തൊക്കെ നിങ്ങളോട് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. ഇന്നതാണ് ഞാൻ, ഇങ്ങനെയായിരുന്നു ഞാൻ, ഇതാണ് എൻ്റെ ലൈഫ്, അതറിഞ്ഞിട്ട് എന്നെ സ്നേഹിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആയിരുന്നിരിക്കണം അല്ലേ. അപ്പോൾ അവർക്ക് ഇന്ന് അവരായിരിക്കുന്ന ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവരുടേതായ കാര്യങ്ങൾ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് ഒരാളില്ല. നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് 6 ഓഫ് കപ്സ് കാർഡ്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 3 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവരുടെ നൈറ്റ് ടൈമിൽ അവരൊത്തിരി വിഷമിക്കുന്നു. ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവരുടെ ഹാർട്ട് ബ്രോക്കൺ ആകുന്നു. അത്രമേൽ വേദനിക്കുന്നൊരു എനർജിയാണ് കാണിക്കുന്നത്. അവർ ഇത്രമേൽ ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞത് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്. അഥവാ യൂണിവേഴ്സാണ് അവർക്ക് ഇത് മനസ്സിലാക്കി കൊടുത്തത്. നമ്മളെ കൂടെയുള്ളപ്പോൾ നമുക്കതിൻ്റെ വാല്യൂ അറിയില്ല എന്ന് പറയില്ലേ, അത് നമ്മുടെ കൂടെ ഇല്ലാതാകുമ്പോഴാണ് അതിൻ്റെ മഹത്വവും വാല്യൂ ഒക്കെ അവർ അറിയുന്നത്, നിങ്ങളായാലും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്, 3 ഓഫ് സോർട്സ് കാർഡ്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ ചാരിയറ്റ് ആണ്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവസാനിക്കാൻ പോകുന്നു. യൂണിവേഴ്സ് തന്നെ ബ്ലെസ് ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹമായിരിക്കാം. നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നു. ഒത്തിരി പേരൊക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ റീയൂണിയൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് വെച്ചിട്ടുണ്ടാവാം, ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം എന്നൊക്കെ അല്ലേ. അപ്പം നിങ്ങൾക്കും അതിയായ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് അനുഗ്രഹിക്കുന്നതും നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്താനായിട്ട് പോകുന്നതും. അധികം വൈകില്ല, നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്തും തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ യൂണിവേഴ്സിൽ അത്രമേൽ വിശ്വസിക്കുന്നുണ്ട്, അത്രമേൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ കാർഡ് തന്നെയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് കാണിക്കുന്നത്, ദ ഹാങ്ങിങ് മാൻ ആണ്. എന്താണ്, യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന ഒരു പേഴ്സണ് സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ് എന്ന് പറയില്ലേ, അത് യൂണിവേഴ്സ് തന്നെ തരുന്നുണ്ട്. മനസ്സിലായോ? നമ്മൾ നമ്മുടേതായ കുറ്റങ്ങളും കുറവുകളും എല്ലാം നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരോട് ആരെങ്കിലോടും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് മനഃപൂർവ്വമായോ അല്ലാതെയോ സോറി പറയുക. അവരോട് നേരിട്ട് പറയണമെന്നില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞാലും മതി. ഓക്കെ, അങ്ങനെയുള്ള ഒത്തിരി എനർജീസ് ഉണ്ട്. പറഞ്ഞാലും ഇപ്പം അവരെങ്ങനെ എടുക്കും എന്ന് ചിന്തിക്കുന്ന എനർജീസ് ഉണ്ട്. വേണ്ട, അവരോട് നേരിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തൂ, അവരോട് സോറി പറയൂ. ആര് തന്നെ ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ആര് തന്നെ ആയിക്കോട്ടെ, അവരോട് സോറി പറയൂ. യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കൂ. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി, ഒരു നെഗറ്റീവ്സും നമ്മുടെ ലൈഫിലേക്ക് ആവശ്യമില്ല.
അതുപോലെ യൂണിവേഴ്സ് പറയുന്ന പോലെ പ്രവർത്തിക്കൂ. എന്തിനാ യൂണിവേഴ്സ് പറയുന്നത്? എല്ലാവരെയും സ്നേഹിക്കാനായിട്ട്. നമ്മളെ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അതൊക്കെ സാധിക്കുമ്പോൾ തന്നെയാണ് നമ്മളുടെ ആഗ്രഹവും യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നത്, അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുവോ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുവോ, അതിൻ്റെ ഒരു ഫലമായിരിക്കാം നിങ്ങളും അവരും തമ്മിലുള്ള ഒരു റീയൂണിയൻ. ഇന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരൊക്കെ ഒത്തിരി ഈഗോയായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇല്ലേ? അതൊക്കെ മാറ്റി നിങ്ങളെ യൂണിവേഴ്സിൽ സമർപ്പിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സണും അവിടെ ഹീലായിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിക്കുമ്പോൾ യൂണിവേഴ്സ് എന്താണ്? ഒരു അത്ഭുതം പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. മിറാക്കിൾ സംഭവിക്കണം ഞങ്ങളുടെ ലൈഫിൽ, ഈ ഒരു ബന്ധത്തിൽ ഇന്ന് ഈ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിൽ ബ്ലെസ് ചെയ്യണം, ഒരു മിറാക്കിൾ സംഭവിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? ആ പ്രാർത്ഥന യൂണിവേഴ്സ് കാണാതെ പോവോ? ഇല്ല, അത് യൂണിവേഴ്സ് കാണും. അത് നിങ്ങളുടെ ആഗ്രഹം ഉണ്ടല്ലോ, അത് ഓരോ ദിവസം ചെല്ലുന്നതോറും കൂടി കൂടി വരണം. നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സ് കാണണം. ഞാൻ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കൂ, യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കും, കേട്ടോ? കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടേ നമ്മൾ ടൈം കാർഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും കണ്ടുമുട്ടാനുള്ള ആ ഒരു സമയം എങ്ങനെയായിരിക്കും? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് വ്യത്യസ്ത എനർജിയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് നിങ്ങൾ സ്വീകരിക്കുക. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 3 ആഴ്ചയ്ക്കുള്ളിൽ, 3 വീക്സ് എന്നാണ് കാണിക്കുന്നത്. 3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും കോണ്ടാക്ട് ചെയ്യുവാനോ കാണുവാനോ ഉള്ള ചാൻസ് ഉണ്ട്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്പർ 1, 10, 19, 28. അത് അടുത്ത മാസമാണ് കാണിക്കുന്നത്. ഈ ഡേറ്റുകളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കാണുവാനായിട്ട് നിങ്ങളുടെ ഫാദറിൽ നിന്ന്, നിങ്ങളുടെ അച്ഛനിൽ നിന്ന് ഹെൽപ്പ് ഉണ്ടാകും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് വീട്ടിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ റിലേഷനെ പറ്റിയിട്ട്, നിങ്ങളുടെ അച്ഛനോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. എങ്കിൽ അങ്ങനെയുള്ള എനർജീസിനാണ് നിങ്ങളുടെ പിതാവിൽ നിന്ന് ഒരു ഹെൽപ്പ് ഉണ്ടാകുന്നത്. ആ പിതാവ് ത്രൂ ആയിരിക്കും, നിങ്ങളുടെ അച്ഛൻ ത്രൂ ആയിരിക്കും നിങ്ങൾ അവരെ മീറ്റ് ചെയ്യാനൊക്കെ പോകുന്നത്. അവരായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത കടന്ന് പറയുമ്പോൾ 9 മന്ത്സ് ആണ്. ഈ 9 മന്ത്സിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും കണ്ടുമുട്ടുവാനും സംസാരിക്കുവാനുമുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്ത എനർജിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുകയാണെങ്കിൽ സ്വീകരിക്കൂ കേട്ടോ, അല്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞോളൂ. യൂണിവേഴ്സിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് സാധിക്കാത്തത് എന്താ അല്ലേ? എല്ലാം സാധിക്കും. നമ്മളെ വിശ്വസിച്ച് കൊണ്ട് വേണം ചെയ്യാനായിട്ട്, കേട്ടോ? അപ്പോൾ എൻ്റെ റീഡിംഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ സ്വന്തം നിംസ്.